വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. നമുക്കറിയാം, ഏത് പരീക്ഷകളായിക്കോട്ടെ, ഏത് മത്സര പരീക്ഷകളായിക്കോട്ടെ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് അത്രയും മാത്രം പ്രാധാന്യമുണ്ട്. കാരണം 50-ലധികം ചോദ്യങ്ങൾ മിക്കവാറും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ് വരാറ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടന്നാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു നദിയുടെ പേരാ തന്നേക്കണേ. നദിയുടെ പേര് ഇതാണ് ലവണാവതി. എന്താണ് ലവണാവതി? അപ്പൊ ലവണാവതി എന്ന് അറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ലവണാവതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് നദിയാണെന്നറിയാമോ? ലൂണി നദിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി എന്ന്, അല്ലെ? അപ്പൊ ലവണാവതി എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? ലൂണി നദിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് നോട്ട. നോട്ട, NOTA, നോട്ട. ഈ നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത് എന്നാണ് ചോദ്യം. നോട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ കൺട്രി ഏതാണ്? ബംഗ്ലാദേശ് ആണ്. നോട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ കൺട്രി ഏതാണ്? ബംഗ്ലാദേശ് ആണ്. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ, അല്ലെ? ആ ഫണ്ടമെന്റൽ റൈറ്റ്സില് അമെൻമെന്റ്സ് അഥവാ ഭേദഗതി വരുത്താൻ ആർക്കാണ് അവകാശമുള്ളത് എന്നാണ് ചോദ്യം. ആർക്കാണ് അവകാശമുള്ളത്? പാർലമെന്റിനാണ്. അപ്പൊ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അവകാശം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത്. ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ പേരാണ്. തിരുവിതാംകൂറിന്റെ ഇതിഹാസകാരൻ. വിശേഷണമാണ്. തിരുവിതാംകൂറിന്റെ ഇതിഹാസകാരൻ എന്ന് അറിയപ്പെടുന്നത് ഏത് വ്യക്തിയാണ്? തിരുവിതാംകൂറിന്റെ ഇതിഹാസകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. അപ്പൊ CV രാമൻ പിള്ളയെ എന്താ വിളിക്കണേ? തിരുവിതാംകൂറിന്റെ ഇതിഹാസകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എവിടെയാണ്? വനിതാ കോടതി മാൾഡ. എവിടെയാണ്? മാൾഡ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി മാൾഡയാണ്. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി, അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകന്റെ പേരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നത്. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശരിയായിട്ടുള്ള പേര് എന്ത് എന്നാണ് നമുക്കറിയേണ്ടത്. കാരാട്ട് ഗോവിന്ദ മേനോൻ. കാരാട്ട് ഗോവിന്ദ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോനാണ്. അടുത്തത് ഒരു പോളിസിയെ കുറിച്ചാണ് പറയുന്നത്. പോളിസി ഇതാണ്, റിംഗ് ഫെൻസ് എന്നത്. ഈ റിംഗ് ഫെൻസ് എന്ന പോളിസി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സ് ആണ് റിംഗ് ഫെൻസ് എന്ന് പറയുന്ന നയം കൊണ്ടുവന്ന വ്യക്തി. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്നാണ്. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം ആയി ആചരിക്കുന്നത് നവംബർ 17 അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്നാണ്. നവംബർ 17 അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സേവന അവകാശ നിയമത്തെ കുറിച്ചാണ്. സേവന അവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സേവന അവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഏതാണ്? മധ്യപ്രദേശ് ആണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷന്റെ പേര് എന്താണ്? അരവിന്ദ് പനഗരിയയാണ്. അടുത്തത് നോക്കൂ, അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്.
അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ 23 അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23 കേട്ടോ. ഇതാണ് അന്താരാഷ്ട്ര മോൾ ദിനം എന്നറിയപ്പെടുന്നത്. അടുത്തത് ചൈത്രഭൂമി. ചൈത്രഭൂമി എന്നത് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഡോക്ടർ BR അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ചൈത്രഭൂമി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ചാണ്. പരശുറാം കുണ്ട് എന്നാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേര്. ഈ പരശുറാം കുണ്ട് എന്ന തീർത്ഥാടന കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. അരുണാചൽ പ്രദേശിലാണ്. പരശുറാം കുണ്ട് തീർത്ഥാടന കേന്ദ്രം അരുണാചൽ പ്രദേശിലാണ്. ചരിത്രരേഖകളിൽ ഹെർക്യുല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ല. ചരിത്രരേഖകളിൽ ഹെർക്യുല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭരണഘടന വകുപ്പിലാണ്? ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 108 എന്തിനെ കുറിച്ച് പറയുന്നത്? ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണമുണ്ട്. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആ ആവരണത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? പെരികാർഡിയം എന്ന് വിളിക്കുന്നു. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ഏത്? പെരികാർഡിയം എന്നത്. ഇനി അടുത്തത് രക്തം കട്ട പിടിക്കുന്നുണ്ടല്ലോ. രക്തം കട്ട പിടിക്കും അല്ലെ? ആ രക്തം കട്ട പിടിക്കൽ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഉണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഹെപ്പാരിൻ എന്ന് പറയണം. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവിന്റെ പേര് ഹെപ്പാരിൻ എന്നാണ്. അടുത്തത് ദ്രവണാങ്കം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ലോഹത്തിനാണ്? ദ്രവണാങ്കം കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടങ്സ്റ്റൺ എന്നാണ് ഉത്തരം പറയേണ്ടത്. ദ്രവണാങ്കം കൂടിയ ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസമാണ്. ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. 7 അംഗങ്ങളാണ്. അടുത്തത് ഒരു നാടകത്തിന്റെ പേരാണ് പാട്ടബാക്കി എന്നാണ് നാടകം. ഈ നാടകം രചിച്ചത് ആര് എന്നാണ്? കെ ദാമോദരൻ ആണ്. കെ ദാമോദരന്റെയാണ് പാട്ടബാക്കി എന്ന നാടകം. പാട്ടബാക്കി ആരുടെയാണ്? കെ ദാമോദരന്റെയാണ്. വസൂരി എന്ന് പറയുന്ന രോഗത്തിന് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. വസൂരി രോഗത്തിന് വാക്സിൻ കണ്ടെത്തിയ വ്യക്തി, വസൂരി രോഗത്തിനെതിരെ വാക്സിൻ കണ്ടെത്തിയ ആള് ആരാണ്? എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന ആളാണ്. ഇനി നമ്മൾ വിളക്ക് കത്തിക്കുമ്പോ വിളക്ക് തിരിയിലേക്ക് മുകളിലേക്ക് എണ്ണ വലിച്ചെടുക്കുന്ന ആ ഒരു പ്രതിഭാസം കൊണ്ടാണ് വിളക്ക് കത്തുന്നത് അല്ലെ? ആ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? കേശികത്വം എന്നാണ് അതിന്
എക്സാമിന്റെ പേര് എന്താണ്? പേര് കേശികത്വം എന്നാണ് പേര്. ഇനി കേരളത്തിൽ എന്നാണ് കൊല്ലവർഷം ആരംഭിച്ചത്? കേരളത്തിൽ കൊല്ലവർഷം ആരംഭിച്ചത് AD 825 അതുപോലെ തന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം NSS. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പനാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേളപ്പനാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്? 1950 ജാനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26. നമ്മുടെ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം അളക്കാൻ ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. അതിന്റെ പേര് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനായിട്ട് മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ്? VR കൃഷ്ണയ്യർ ആണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനായി മത്സരിച്ച ആദ്യത്തെ മലയാളി VR കൃഷ്ണയ്യർ ആണ്. ഇനി അടുത്തത് ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷി ആയിട്ടുള്ള സംസ്ഥാന പാർട്ടി ഏതാണ്? ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള സംസ്ഥാന പാർട്ടി ഏതാണ്? തെലുങ്കുദേശം പാർട്ടിയാണ്. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള പാർട്ടി ഏതാണ്? തെലുങ്കുദേശം പാർട്ടിയാണ്. ഏഷ്യയിലെ ഏറ്റവും പഴയ പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പേരാണ് ചോദിക്കുന്നത്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഏഷ്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അടുത്തത് ചുവന്ന ദ്വീപ്. എന്താണ്? ചുവന്ന ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ്? മഡഗാസ്കർ. ചുവന്ന ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മഡഗാസ്കറിനെയാണ്. ഇനി കാളിദാസന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയില് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കേരളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതാണ് ആ കൃതി? രഘുവംശം. കാളിദാസന്റെ രഘുവംശത്തിലാണ് കേരളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അടുത്തത് നികുതിയെ കുറിച്ച്, ടാക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 265 എന്തിനെ കുറിച്ച് പറയുന്നത്? നികുതിയെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദ്യം. ലാറ്റിൻ ഭാഷയിലാണ്. ഏതിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. അടുത്തത് ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? MN ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയില് പുതിയതായിട്ട് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജാനുവരി 26 ഇന്ത്യയിൽ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ്. നെതർലൻഡ്സിലെ ഹേഗ് ആണ്. തപാൽ സ്റ്റാമ്പില്, ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആരാണ്? അദ്ദേഹം ഹെൻറി ഡ്യൂനാന്റ് ആണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി. അടുത്തത് ഘാന എന്ന് പറയുന്നത് ഒരു ബേർഡ് സാങ്ച്വറി ആണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ
രാജസ്ഥാനിലാണ്. ഘാന ബേർഡ് സാങ്ച്വറി എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്തത് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ് ആണ്. ആരാണ്? VP സിംഗ് ആണ് രാജിവെച്ചത്. അടുത്തത് ഒരു ടെസ്റ്റിന്റെ പേരാണ് ഷിക്ക് ടെസ്റ്റ് എന്നാണ് പേര്. ഇത് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നതാണ്? എന്തിനാണ്? ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ ട്ടോ. ഇനി അടുത്തത് നോക്കൂ, ലോക പുസ്തക ദിനം എന്നാണ്. ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ലോക പുസ്തക ദിനം. ഏപ്രിൽ 23. ഇനി അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ എന്താണ്? ആലയം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നു? എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യപ്പെടുന്ന നിറം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഏത് നിറത്തിലാണ്? കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അടുത്തത് PK കാളനെ കുറിച്ചാണ്. PK കാളൻ എന്ന് പറയുന്ന വ്യക്തി ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് കലാരൂപം? ഗദ്ദിക കലാരൂപം. PK കാളൻ ഗദ്ദിക കലാരൂപം. അടുത്തത് ഒരു കുന്നിന്റെ പേരാണ്. കുന്ന് ഇതാണ്, ഹോഴ്സിലി കുന്നുകൾ. ഹോഴ്സിലി എന്ന് പറയുന്നത് കുന്നാണ്. ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് ഹോഴ്സിലി കുന്നുകൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് HSBC ബാങ്ക് ആണ്. ഏതാണ്? HSBC ബാങ്ക് ആണ്. അടുത്തത് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? MK മേനോൻ ആണ്. MK മേനോൻ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. വിലാസിനി ആരാണ്? MK മേനോൻ ആണ് ട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കാട്ടോ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.